നമുക്കറിയാം ഈ 2025 മെയ് മാസം 15-ാം തീയതിയാണ്, 25-ാം തീയതി കൊച്ചിക്കടുത്ത് കൊച്ചി തുറമുഖത്ത് നിന്ന് അവൻ ഏകദേശം 28 നോട്ടിക്കൽ മൈൽ അകലെ ഒരു കപ്പൽ തകർന്ന് നമ്മൾ കണ്ടതാണ്, പത്രങ്ങളിലൊക്കെ വായിച്ചതാണ്. ആ കപ്പൽ അപകടത്തിൽപ്പെട്ട നാളിൽ കൊച്ചി തുറമുഖങ്ങളിലും പരിസര പ്രദേശങ്ങളിലും മത്സ്യബന്ധനം പാടില്ല എന്നൊരു നിയമം പത്രങ്ങൾ നമ്മൾ വായിച്ചു. എന്താ കാരണം? കപ്പലിനകത്തുനിന്ന് പുറത്തേക്ക് വരുന്ന ക്രൂഡ് ഓയിൽ അത് ഒഴുകി മത്സ്യബന്ധനം അത് പ്രയാസകരമായി മാറും. കപ്പൽ തകർന്നപ്പോൾ അതിൽ നിന്ന് വിഷദ്രാവകം പുറത്തു വന്ന് വെള്ളത്തിൽ കലർന്ന് മത്സ്യങ്ങൾ ചാകാൻ ഇടയുണ്ടായെങ്കിൽ ഒരു അഭിഷേകം പ്രാപിച്ച വചനപരിജ്ഞാനമുള്ള ദൈവകൃപയിൽ നിന്ന് ഒരു ദൈവഭൃത്യൻ അവൻ ദുരുപദേശം പഠിപ്പിക്കാൻ തുടങ്ങിയാൽ അദ്ദേഹത്തിൽ നിന്ന് ഒഴുകുന്നത് ക്രൂഡ് ഓയിൽ, വിഷകരമായ ദ്രാവകം. ഈ വിഷദ്രാവകം ഒഴുകിക്കഴിഞ്ഞാൽ ദൈവസഭ ഒത്തിരി നാൾ നേരെ ചൊവ്വേ പോകില്ല. ഒരു പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ ഇരിക്കുന്ന വ്യക്തിയുടെ ഉള്ളിലാണ് ഈ ക്രൂഡ് ഓയിൽ പുറത്തു വരുന്നതെങ്കിൽ ആ പ്രസ്ഥാനം തകരാൻ ഒരുപാട് നാൾ വേണ്ട. സ്തോത്രം. ഒരു സമൂഹം തകരാൻ ഒരുപാട് നാൾ വേണ്ട. കുടുംബജീവനം തകരാൻ ഒരുപാട് നാൾ വേണ്ട. ഞാൻ പറയാം, ഇവിടെയും പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്നത് അലക്സാണ്ടറിന്റെയും ഹുമനയോസിന്റെയും വിശ്വാസത്തെ ഒരു കപ്പലിനോടും സാദൃശ്യപ്പെടുത്തിയിട്ട് പറയുകയാണ്. അവരുടെ വിശ്വാസ കപ്പൽ തകർന്നുപോയി. അവർ ദൂഷണം പറയാൻ തുടങ്ങി. അവർ ദൂഷണം പറയാതിരിക്കേണ്ടതിന് അവരെ സാത്താന്റെ കയ്യിലേൽപ്പിക്കുന്നു. ഒരു ഭാഗത്ത് ഗവൺമെന്റിന്റെ എതിർപ്പ്, മറുഭാഗത്ത് സ്വന്തം ജനതയിൽ നിന്നുള്ള എതിർപ്പ്, മതത്തിന്റെ എതിർപ്പ്, മറുഭാഗത്ത് കൂടെ നിൽക്കുന്ന കൂട്ടു സഹോദരങ്ങൾ ദൈവവചനത്തെ മാറ്റിവെച്ചിട്ട്, ദൈവത്തിലുള്ള പ്രത്യാശയെ മാറ്റിവെച്ചിട്ട് ദുരുപദേശങ്ങൾ പ്രസംഗിപ്പാൻ, പഠിപ്പിക്കാൻ ദൈവവചനത്തിനകന്നപ്പോൾ പൗലോസ്ലീഹ പറയുകയാണ്, തീമോത്തിയോസേ, വളരെ നീ ശ്രദ്ധാപൂർവ്വം സൂക്ഷിച്ചുകൊള്ളുക. ആമേൻ. അവരുടെ ഉള്ളിൽ ഒഴുകുന്ന ക്രൂഡ് ഓയിൽ, വിഷദ്രാവകം, ദുരുപദേശം, അവർ പറയുന്ന ദോഷകരമായ അനുഭവങ്ങൾ, അവർ പ്രസ്താവിക്കുന്ന പ്രസ്താവനകൾ, അവർ കൊണ്ടുവരുന്ന കുബുദ്ധികൾ ദോഷകരമായി സഭയെ ബാധിക്കും, ജനതയെ ബാധിക്കും, സംഘടനയെ ബാധിക്കും, സമൂഹത്തെ ബാധിക്കും, കുടുംബങ്ങളെ ബാധിക്കും, വ്യക്തികളെ ബാധിക്കും. അവരിൽ പലർ വിശ്വാസം വിട്ട് പുറകോട്ട് പോകാൻ സാധ്യതയുണ്ട്. ആകയാൽ തീമോത്തിയോസിന് പറയുകയാണ്, ആകയാൽ നീ പ്രാപിച്ച ദൈവകൃപയ്ക്കൊത്തവണ്ണം വീണുപോയവരെ നീ നോക്കരുത്, നീ നന്നായി യുദ്ധസേവ ചെയ്യുക.